ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയോ? കാരണം ഇവിടെ കുറേ സാധനങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ എന്താണ് ഇത് നല്ല എൻ്റെ കരിക്കാത്തമ്മച്ചെ നിലനിർത്തി പറയാൻ നല്ല ഏട്ടൻ്റെ അങ്ങേരിക്ക് നല്ല പണി കിട്ടും. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് പഠിക്കാൻ വന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് ആ ഭാര്യയായിട്ടാണ്. പിന്നെ ഈ ഭാര്യ വീടാണത്. വേറെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് ട്യൂട്ടറിന് ശേഷം മുട്ടക്കച്ചവടം ചെയ്ത് ജീവിക്കാൻ നിവർത്തില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടു. പിന്നെ ഈ അമ്മയുടെ ഇതിൽ വെച്ച് കന്നംകൊല്ലം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശംഖുമുഖത്തമ്മച്ചി കൊടുക്കും. ഈ ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിന് എത്ര കാലമായിട്ട് അറിയാൻ പറ്റും? ശംഖുമുഖം ദേവിദാസ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഈ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടുവന്നത് എനിക്ക് പണ്ട് കാലം എനിക്കറിയാം. പക്ഷേ ഇങ്ങേര് ഇവിടെ ഇപ്പോഴും ഈ ജ്യോത്സ്യ പരിപാടി ഇപ്പോഴാണ് നടന്നതെന്നുള്ള കാര്യം എനിക്ക് ഞാൻ ഇപ്പോൾ ഈ വാർത്ത കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ടപ്പനെ ഓടിക്കൊണ്ട് വന്നത്. അപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇന്ന ആളാണെന്നുള്ള സംഭവം അറിഞ്ഞത്. മറ്റേ നമ്മൾ ഈ കരിക്കൻകോവിലെ തേരെടുപ്പിന് പോകാൻ നേരത്ത് ഇങ്ങനെ അപ്പുറത്ത് ഒരു പടവും വെച്ച് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മയുടെ ഒരു ഇതൊക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കണ്ടത്. ഒരു പൂന്നൂലും ഒക്കെ ഇട്ട് മറ്റേ നമ്പൂരിമാർ ഇരിക്കും പോലെയാണ് ഇങ്ങനെ നിൽക്കണത്. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2 വയസ്സിൻ്റെ ഈ കുട്ടിയുടെ കാര്യത്തിൽ തെമ്മാടത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എൻ്റെ കരിക്കാത്തമ്മച്ചെ നിലനിർത്തി പറയാൻ നല്ല ഏട്ടൻ്റെ അങ്ങേരിക്ക് നല്ല പണി കിട്ടും. വേറെ ആരും പറയണമല്ല, എൻ്റെ അമ്മച്ചെ നിലനിർത്തി പറയാൻ. ഈ പുള്ളി എത്ര കാലത്ത് നിങ്ങൾക്ക് അറിയാം? ഞാൻ കൊച്ചുനാൾ മുതലേ എനിക്കറിയാം. നമ്മൾ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടിരുന്ന അങ്ങേ ട്യൂട്ടോറിയൽ നടത്തിയാണ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് പഠിക്കാൻ വന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് ആ ഭാര്യയായിട്ടാണ്. പിന്നെ ഈ ഭാര്യ വീടാണത്. ആ ഭാര്യ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. അതിൽ 3 പെൺമക്കൾ ഉണ്ട്. 3 പെൺമക്കൾ. അപ്പം മക്കളെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൊച്ചുനാൾ മുതലേ കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ മുടുക്ക് വഴി തന്നെ നമ്മൾ നേരെ അങ്ങ് അപ്പുറത്ത് വയലിൽ പോണ വഴിയാണ്, പണ്ടത്തെ വയലാണ്. അതാണൊക്കെ തന്നെ നമ്മൾ ഇതിൽ വേറൊരു വിഷയം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംഭവം നമ്മളാ ഈ യശക്കമ്മൻ കോവിലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ യശക്കമ്മൻ കോവിലിൻ്റെ അവിടെ ഇതണക്ക് വേറൊരു ചേച്ചി ഇതണക്ക് പൂജയും കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്ന് അവർ മരിച്ച്. അങ്ങനെ ഇതണക്ക് ഇതെല്ലാം ഇടിച്ച് പൊഴിച്ച് വെളിയിൽ കളഞ്ഞ്. ഇപ്പോൾ അവരെല്ലാം കൊണ്ടുവന്ന് കടലിലൊതുക്കി. ഇപ്പം അതിൽ 3 ആമക്കളാണ് ഇതേ സംഭവം നടന്നത്. അത് അങ്ങേര് മറ്റേ സ്വാമി ദുർഗ അതിൻ്റെ പേരെന്തര് സ്വാമിയുടെ എന്തെങ്കിലും ഒരു പേരുണ്ടല്ലേ, മറ്റേ ജട മുടിയൊക്കെ വളർത്തിയ അതിൻ്റെ ഒരു ഇത് വെച്ചാണ് അവർ ഇതിൽ അനുഗ്രഹവും കാര്യങ്ങളായിട്ടൊക്കെയാണ് പറഞ്ഞത്. അതിൽ വെച്ച് കുറേ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ് മറ്റാണ് മറിച്ചാണ് പറഞ്ഞ് അവർ പോയി. ഇവിടെ എത്ര കൂടുതൽ ആൾക്കാർ വരുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ല, ഇവിടെ ഞാൻ ഇതുവരെ വരണ കണ്ടിട്ടില്ല. ഇത് എപ്പോഴാണ് വരണതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയോ? കാരണം ഇവിടെ കുറേ സാധനങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ എന്താണ് ഇത് ഒരു അമ്പലം തോറ്റു പോയില്ല. ഞാൻ അതാണ് അകത്തൊക്കെ ഞാൻ നോക്കിയത് ആദ്യം വന്ന്. എന്താ കണ്ട് അകത്ത് കയറിയപ്പോൾ എന്തൊരു കാണായി. നമ്മളും ദൈവത്തിന് എൻ്റെ അമ്മയപ്പ ശ്രീകണ്ഠേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ തൊഴുതിട്ടാണ് നമ്മൾ നടക്കുന്നത്. അദ്ദേഹം തൊഴുതിട്ട് നടക്കാൻ നേരത്ത് പിന്നെ നമ്മൾ പിന്നെ എന്തിനാണ് ഇവിടെ നടക്കാൻ നേരത്ത് തമ്മാടത്തനം കാണിച്ചു വെച്ചിട്ട് ഇതൊക്കെ തമ്മാടത്തനമല്ല കാണിച്ചു വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ഒറിജിനൽ പൂജാ കർമ്മങ്ങളെ നിങ്ങൾ പറഞ്ഞണം. പൂജാ കർമ്മമെങ്കിലാണെങ്കിൽ പൂജ ചെയ്യണ കർമ്മമാണെങ്കിൽ ഇത് ഇങ്ങനെ അതായത് നോക്കണം. ഇതിങ്ങനെ പൊട്ടൽ വീഴില്ല. ഇത് പൊട്ടൽ വീഴുമോ? ഈ യാത്രയിൽ ഇങ്ങനെ പൊട്ടൽ വീഴില്ല. അവിടെ ശക്തിയില്ല എന്നാണ് നമുക്ക് എനിക്ക് വിശ്വാസം. ശക്തിയില്ല. അതിൻ്റെ പവറല്ല. അത് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് കാണിക്കണം ഇവിടെ. ഈ ഇതൊക്കെ കണ്ടില്ലേ, ഇത് പൊട്ടിയിരിക്കുന്നുണ്ടില്ലേ? കർമ്മത്തിൽ ശക്തി പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യാത്ര അത് പൊട്ടുമില്ല. ഇയാൾ എത്ര കാലം കുറേ കാലം അറിയാമെന്ന് പറയുന്നു. ഇയാൾ പിന്നെ എങ്ങനെയാണ് ട്യൂട്ടോറിയൽ നടത്തിയ ആളെ എങ്ങനെ എവിടെ എത്തിയത്? ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വേറെ പരിപാടി ഉണ്ടായിരുന്നു? ഇയാൾ ഈ മുട്ടക്കച്ചവടം ചെയ്ത് ഇയാൾ ഇവിടെ നിന്ന് മുങ്ങി. ട്യൂട്ടോറിയൽ ശേഷം മുട്ടക്കച്ചവടം ചെയ്ത് ജീവിക്കാൻ നിവർത്തില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടു. പിന്നെ നാട് വിട്ടാണ് പിന്നെ ഇങ്ങനെ ഈ സ്വാമിയാറ്റൊക്കെ പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്. ആ ആറ്റിൻ്റെ കരയിൽ വെച്ച് ഇങ്ങനെ നമ്മളെ ഞാൻ കോവിലിൻ്റെ ഈ തേരിൽ തന്നെ പോകാൻ നേരത്ത് ഇങ്ങനെ ഞാൻ കാണുന്നത്. ശരിക്കും വേറെ ആരെങ്കിലും ഇതേവിടെ പരാതി ഇയാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നാട്ടിൽ കയറും നാട്ടുകാരൊക്കെ ഇയാളെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല. ഞാൻ പരാതി ഇങ്ങനെ ഞാൻ ഇത് ഞെട്ടിപ്പോയി. നാട്ടുകാരായ ചേട്ടൻ പോലും അറിഞ്ഞില്ല ഇവിടെ 7 വർഷമായിട്ട് നടക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല. അതല്ലേ കരിക്കാത്തൊരു ജ്യോത്സ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണെന്ന് ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഇയാൾ ഇതൊക്കെ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? എന്തെങ്കിലും അറിയാം? അതിനെപ്പറ്റി എനിക്കറിയില്ല. പഠിച്ചിട്ടുണ്ടോ നേരത്തെ ഇനി വെളി രാജ്യത്ത് പോയി ഇനി വല്ല ഇങ്ങനെ ജ്യോത്സ്യത്തിനെ പറ്റി വല്ലതും പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ നമുക്കറിഞ്ഞില്ല. പക്ഷെ നേരത്തെ പണ്ട് ശംഖുമുഖത്താണല്ലോ താമസിച്ചിരുന്നത്. അമ്മയുടെ ഇനി അതിൽ വെച്ച് ഇതിൽ വല്ല ഉണ്ടായില്ല എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എന്നാലും ശരി തന്നെ ഈ അമ്മയുടെ ഇതിൽ വെച്ച് കന്നംകൊല്ലം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശംഖുമുഖത്താൻ വെച്ച് കൊടുക്കും. തെമ്മാടത്തിനാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോയല്ലേ?
നാട്ടുകാരെ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊരു പറയണത് ഞെട്ടുമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇത് നോക്കാൻ നേരത്തെ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഈ പടവും കാര്യങ്ങളെല്ലാം ഈ ദൈവത്തിനെ ഒരു നിഷേധിക്കുന്ന കണക്കല്ല ഈ തമ്മാടത്തിനെ കാണിച്ചു വെച്ചേക്കണത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.